Hey everyone, welcome back to my channel. Today I am going to show you a very important AWS security task, something every cloud and DevOps engineer must know. We are going to create two types of IAM users in AWS, restrict their permission to EC2 only, test those permissions and finally delete the user safely. In this video, we solve the problem by applying the least privilege rule, meaning give only the permissions that are needed, not more, not less. Let's do it. ഓക്കെ, ഇതാണ് നമ്മുടെ AWS അക്കൗണ്ടിൻ്റെ ഒരു ഹോം പേജ്. ഇവിടെ നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു IAM യൂസറിനെ ക്രിയേറ്റ് ചെയ്യുക. IAM യൂസർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യുന്നത് ആ യൂസറിന് അതൊരു നോർമൽ യൂസറാണ്. റൂട്ടിൻ്റെ പ്രിവിലേജസ് ഒന്നുമില്ല, നോർമൽ യൂസേഴ്സാണ്. റൂട്ട് അലോ ചെയ്യുന്ന പ്രിവിലേജ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അന്നേരം ഈ യൂസറിന് നമുക്ക് വേണ്ടത് ഇപ്പോൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് EC2ൻ്റെ ആക്സസ് മാത്രമാണ്. ആ യൂസറിന് EC2ൻ്റെ കാര്യങ്ങൾ മാത്രം ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് നമ്മൾ ആ യൂസറിനെ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമ്മളൊരു കമ്പനിയിൽ പുതിയൊരു ജോയിനി വന്നു. ആ ജോയിനിക്ക് നമ്മൾ ഇപ്പോൾ നേരിട്ട് അഡ്മിൻ്റെ പ്രിവിലേജസ് കൊടുക്കത്തില്ലല്ലോ. അന്നേരം നമുക്ക് എന്താണോ ആ വ്യക്തിക്ക് ആവശ്യമുള്ള ആ പ്രിവിലേജസ് മാത്രം കൊടുത്ത് കാര്യങ്ങൾ നടത്തുന്ന പോലെ. അതേപോലെ നമുക്കിപ്പോൾ ആ ഒരാൾക്ക് കൊടുക്കുന്ന പ്രിവിലേജ് എന്താണെന്ന് വെച്ചാൽ EC2ൻ്റെ ഫുൾ ആക്സസ് ആയിരിക്കും ഞാനിപ്പോൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അന്നേരം നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്ന റെസ്ട്രിക്ഷൻസ് അല്ലേ, ആ റെസ്ട്രിക്ഷൻ നമുക്ക് റൂളെന്ന് വിളിക്കാമല്ലോ. റൂള് ഓക്കെ. ഇവിടെ AWSൽ റൂളിന് പകരം പറയുന്ന വേറൊരു പേരാണ് പോളിസീസ് അല്ലെങ്കിൽ റോൾസ് എന്ന് പറയും. രണ്ടുമുണ്ട്. നമുക്ക് തൽക്കാലം ഇപ്പോൾ പോളിസി നോക്കാം. ഇപ്പോൾ പോളിസി ഇവിടെ നമുക്കൊരു പോളിസി ഉണ്ടാക്കിയെടുക്കാം. അതായത് ഈ റൂൾസ് പറഞ്ഞുകൊണ്ടൊരു പോളിസി. അവിടെ നമ്മൾക്ക് ആദ്യം സെക്യൂരിറ്റി, ഐഡൻറ്റിറ്റി ആൻഡ് കമ്പൈലൻസിന് പോവുക. അവിടെ നിന്ന് നമുക്ക് IAM എടുക്കാം. ഓക്കെ, IAM ഉണ്ടോ? യൂസർ ഗ്രൂപ്പ്സ് ഉണ്ട്, യൂസേഴ്സ് ഉണ്ട്, റോൾസ് ഉണ്ട്, പോളിസീസ് ഉണ്ട്. നമുക്കൊരു പോളിസി പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ ആവശ്യങ്ങളൊക്കെ പറഞ്ഞൊരു പോളിസി ക്രിയേറ്റ് ചെയ്തെടുക്കാം. കുറച്ച് സമയം എടുക്കുമായിരിക്കും. ഓക്കെ, ഇത് കണ്ടോ, IAM ഞാൻ എടുത്തപ്പോൾ തന്നെ ഗ്ലോബൽ എന്നാണ് കാണിക്കുന്നത്. നമ്മൾ മുമ്പേ ഒരു സ്പെസിഫിക് റീജിയണിലായിരിക്കും നമ്മുടെ ഈ സെർവർ നിന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ മുംബൈ നിന്നാണ്. ഏഷ്യയിൽ പൊതുവെ ഞാനിപ്പോൾ എടുത്തിരുന്നത് മുംബൈ ആണ്. ഇത് IAM എന്ന് പറയുന്നത് ഒരു റീജിയൺ ഇൻഡിപെൻഡൻ്റ് ആണ്. അതുകൊണ്ടാണ് ഇവിടെ ഗ്ലോബൽ എന്ന് വന്നത്. ഓക്കെ, കുറച്ച് സമയം എടുക്കും ഇതൊന്ന് റണ്ണായി വരാൻ. ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ JSON ഫയൽ വെച്ചിട്ട് നമുക്കൊരു പോളിസി റൺ ചെയ്തെടുക്കാം എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ റണ്ണായി വന്നിട്ടുണ്ട്. നമുക്കിവിടെ JSON സെലക്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഞാൻ JSONൻ്റെ ഒരു ഫയൽ എടുത്തിട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞുതരാം എന്തോ കാര്യമെന്ന്. ഓക്കെ, ഇപ്പം ഇവിടെ ആദ്യത്തെ ഒരു കാര്യം പറഞ്ഞേക്കുന്നത് ഇത് കണ്ടോ, എഫക്റ്റ് അലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെയുള്ള ആക്ഷൻസ് ഒക്കെ അലോ ചെയ്തോളൂ എന്ന് പറയുന്ന ആദ്യത്തേത്. രണ്ടാമത്തെ ഒരു ആക്ഷൻസ് EC2 ഇവിടെ സ്റ്റാർ എന്ന് എഴുതിയേക്കുന്നുണ്ടോ. അതായത് പറഞ്ഞേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ EC2 അലോ ഓൾ EC2 ആക്ഷൻസ്, അതാണ് പറഞ്ഞേക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനോ, ഇൻസ്റ്റൻസിനെ സ്റ്റാർട്ട് ചെയ്യാനോ, ഇൻസ്റ്റൻസിനെ സ്റ്റോപ്പ് ചെയ്യാനോ, അതേപോലെ ടെർമിനേറ്റ് ചെയ്യാനോ. ഇനിയും ഇൻസ്റ്റൻസിൻ്റെ അത് നമുക്ക് വേണ്ടത് കീപ്പേഴ്സ്, പുതിയൊരു കീപ്പേർ ഉണ്ടാക്കാം. അതേപോലെ പുതിയൊരു സെക്യൂരിറ്റി ഗ്രൂപ്പ്സ് ഉണ്ടാക്കാം. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, പുതിയ ഇൻസ്റ്റൻസിനെ ലോഞ്ച് ചെയ്തെടുക്കാം, പിന്നെ മോഡിഫൈ ചെയ്യാം. അതേപോലെ പുതിയ വോളിയംസ് ക്രിയേറ്റ് ചെയ്യാം. അതേപോലെ പഴയ വോളിയംസ് ഉണ്ടെങ്കിൽ നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അത് ചെയ്തോളൂ എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ ലൈൻ. മൂന്നാമത്തെ ഉണ്ട് റിസോഴ്സ്. ഇതിന് വേണ്ട EC2 വേണ്ട എല്ലാ റിസോഴ്സസും അലോക്കേറ്റ് ചെയ്തെടുത്തോളൂ, കൊടുക്കാം. അലോ ദീസ് EC2 ആക്ഷൻസ് ഓൺ ഓൾ EC2 റിസോഴ്സസ്. അതായത് നോ റെസ്ട്രിക്ഷൻസ് ഓൺ ഇൻസ്റ്റൻസ്, AMIs, വോളിയംസ്, സബ്നെറ്റ്സ്, അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല. അതേപോലെ ഏത് ഇൻസ്റ്റൻസ് ആയാലും കുഴപ്പമില്ല, ഏത് റീജിയൺ ആയാലും കുഴപ്പമില്ല, ഏത് വോളിയം ആയാലും കുഴപ്പമില്ല, ഏത് VPC റിസോഴ്സ് ആയാലും കുഴപ്പമില്ല, ഏത് സെക്യൂരിറ്റി ഗ്രൂപ്പ് ആയാലും കുഴപ്പമില്ല, ഏത് കീപ്പയർ ആയാലും കുഴപ്പമില്ല.
എല്ലാം പറ്റും. അങ്ങനെയാണ് നമ്മുടെ ഈ മൂന്നാമത്തെ ലൈൻ പറഞ്ഞേക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ EC2 ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്തോളൂ എന്ന് പറഞ്ഞാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇത് കൊടുക്കുന്നത്. ഇവിടെ നെക്സ്റ്റ് ഉണ്ട്, നമുക്ക് നെക്സ്റ്റ് പോയി നോക്കാം. ഓക്കെ, പോയിട്ടുണ്ട്. ഇപ്പം ഞാൻ മുമ്പേ കൊടുത്ത ഒരു പേര് തന്നെ അതേപോലെ തന്നെ തിരിച്ചു കൊടുക്കുകയാണ്. ഇതായിരുന്നു ഞാൻ ഉദ്ദേശിച്ച പേര് കൊടുക്കാൻ ഉദ്ദേശിച്ചത്. നമുക്കൊരു ഡിസ്ക്രിപ്ഷൻസ് അത് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല, ഓപ്ഷനിലാണ് കൊടുത്തതേ ഉള്ളൂ. അടുത്ത് ഇങ്ങനെ ഒരു പോളിസീസ് ഇതേ ക്രിയേറ്റ് ആയി വരുന്നുണ്ട്. ഇപ്പം അങ്ങനെ ഒരു പോളിസി സക്സസ്ഫുള്ളി ക്രിയേറ്റ് ആയി വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അത്രയും മതി. നമുക്ക് പുതിയൊരു യൂസറിനെ നേരിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പോവാം. ഓക്കെ, ക്രിയേറ്റ് ന്യൂ യൂസർ. ഇവിടെ നമുക്ക് എന്ത് വേണമെങ്കിലും പേര് കൊടുക്കാം. ഞാനിപ്പോൾ തൽക്കാലം ഇവിടെ എടുത്ത് വെച്ചിരുന്ന പേര് കൊടുക്കാൻ പോവാം. ഓക്കെ, ഇത് കണ്ടോ, AWS മാനേജ്മെൻറ്റ് കൺസോൾ. അതായത് ഇപ്പം നമ്മുടെ ഈ വെബ്സൈറ്റില്ല, ആ വെബ്സൈറ്റിൻ്റെ ആക്സസ് ആണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഇത് കൊടുത്തില്ലെങ്കിൽ നമുക്ക് വെബ്സൈറ്റിൻ്റെ ആക്സസ് കിട്ടത്തില്ല. അല്ലാതെ നമുക്ക് സാധാരണ വേറെ, അതായത് ഈ കീ ഒക്കെ കിട്ടുവാണെങ്കിൽ കീ വഴി കയറാം എന്നുള്ള ഓപ്ഷൻ ആയിരിക്കും അവിടെ അല്ലാതെ വരുന്നത്. അത് നമുക്ക് കാണിക്കാം. അതേപോലെ ഇത് നമുക്ക് AWSൻ്റെ കൺസോൾ കിട്ടി. ഇനി നമുക്കൊരു ഓട്ടോ ജനറേറ്റർ ആയിട്ടോ പാസ്വേഡ് വന്നോട്ടെ. അതേപോലെ ഈ അടുത്ത ഇപ്പോൾ നമ്മൾ യൂസറിന് കൊടുത്തു, 5000 യൂസറിന് കൊടുത്തു. ആ കൊടുത്തു കഴിഞ്ഞ് അദ്ദേഹമാണെങ്കിൽ തിരിച്ച് ആദ്യമായിട്ട് ഈ ജോയിൻ ചെയ്യുമ്പോൾ ഒരു മെസ്സേജ് കിട്ടും. ഈ പാസ്വേഡ് ഇപ്പം നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്ത പാസ്വേഡ് അല്ല, അദ്ദേഹത്തിന് എന്ത് ചെയ്യാം, പാസ്വേഡ് ചേഞ്ച് ചെയ്തിട്ടേ ആദ്യം അങ്ങോട്ട് എൻ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണ് നമ്മൾ, അതുകൊണ്ടാണ് ഈ ഒരു ചെക്ക് ബോക്സ് വന്നേക്കുന്നത്. നമുക്ക് അടുത്തതിലോട്ട് മൂവ് ചെയ്യാം. ഇവിടെ കണ്ടോ, അറ്റാച്ച് പോളിസീസ് ഉണ്ട്, കോപ്പി പെർമിഷൻസ് ഉണ്ട്, ആഡ് യൂസർ ടു ദ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഇപ്പോൾ 4 പേരുള്ള ഗ്രൂപ്പിലോട്ട് പുതിയൊരു മെമ്പർ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ആ പെർമിഷൻസ് ആ 3 പേർക്കും ബാധകമായ പെർമിഷൻസ് തന്നെ 4ാമത് വരുന്ന ആൾക്ക് കൊടുത്താൽ മതി. അന്നേരം അങ്ങനെ ഒരു സാഹചര്യമാണെങ്കിൽ ഇത് കൊടുക്കാം. ഇപ്പം നമുക്ക് തൽക്കാലത്തേക്ക് ഞാനൊരു പുതിയ പോളിസിയാണ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അന്നേരം നമുക്ക് അറ്റാച്ച് പോളിസി ഡയറക്റ്റ്ലി കൊടുക്കാം. നമ്മുടെ പോളിസിയുടെ പേര് ഓർമ്മയുണ്ടോ? ഇതാണ് നമ്മുടെ പോളിസിയുടെ പേര്. അന്നേരം കൊടുത്തപ്പോൾ തന്നെ നമുക്ക് കിട്ടി. അത് സെലക്ട് ചെയ്യുക, നമുക്ക് എന്ത് ചെയ്യുക, കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക. ഇതുണ്ട് നമ്മുടെ കൊടുത്ത പെർമിഷൻസ്. ഇത് നമ്മളിപ്പോൾ കൊടുത്ത EC2ൻ്റെ ഫുൾ ആക്സസ് ഉള്ള പെർമിഷൻ്റെ പേരാണിത്, പെർമിഷൻസ് പോളിസി. അതേപോലെ രണ്ടാമത് നമ്മൾ പറഞ്ഞില്ലായിരുന്നു, പാസ്വേഡ്, ആദ്യത്തെ പാസ്വേഡ് ചേഞ്ച് ചെയ്യണം. പിന്നെ പാസ്വേഡിൻ്റെ ഒരു പോളിസിയും കൂടാണ് ഇവിടെ വന്നേക്കുന്നത്. പാസ്വേഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോളിസി വന്നേക്കുന്നത്. നമുക്ക് യൂസറിനെ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, യൂസർ ക്രിയേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ കണ്ടു ഡൗൺലോഡ് .csv ഫയൽ. ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് വെക്കാം. പിന്നെ നമുക്ക് ഇതൊരിക്കലും ഡൗൺലോഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോഴേ ഡൗൺലോഡ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ഇതെവിടെയെങ്കിലും സേവ് ചെയ്ത് വെക്കുക. ഈ 2 കാര്യങ്ങളിൽ ഏതിൽ ഓർമ്മ ചെയ്ത് ഇപ്പോഴേ വെച്ചേക്കണം. അതല്ല നമുക്ക് അടുത്തതിലോട്ട് പോകാൻ പറ്റുള്ളൂ. നമുക്ക് ഇപ്പോൾ എൻ്റേത് അത് സേവ് ആയിട്ടിരിപ്പുണ്ട്. ഓക്കെ, നമുക്കിനി ഇതൊരു പുതിയ യൂസറായിട്ട് നമുക്ക് ലോഗിൻ ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് പുതിയൊരു യൂസറായിട്ട് ലോഗിൻ ചെയ്യാം. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, സൈൻ ഔട്ട് ചെയ്യാം. ഓക്കെ, സൈൻ ഔട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് ഒന്നുകൂടെ സൈൻ ഇൻ ചെയ്യാം. ഞാനിപ്പോൾ ഒരു സൈൻ ഇൻ ചെയ്യുന്നൊരു ഓപ്ഷൻ ഞാൻ കാണിച്ചുതരാം. ഓക്കെ, ഇങ്ങനെയാണ് പെട്ടെന്ന് ഞാൻ എടുത്തിട്ടിരുന്ന. ഓക്കെ, നിങ്ങൾ സാധാരണ AWS കയറി സൈൻ ഇൻ കൊടുക്കുമ്പോൾ ഈ ലോഗിൻ തന്നെ ആയിരിക്കും വരുന്നത്. ഇവിടെ കണ്ടോ 5000 യൂസറുണ്ട്. ഇതെൻ്റെ അക്കൗണ്ടിൻ്റെ ID ആണ് ഇവിടെ വരേണ്ടത്. എൻ്റെ അക്കൗണ്ടിൻ്റെ ID ഓൾറെഡി ഇവിടെ ഉണ്ട്. പിന്നെ നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും അടിക്കാൻ വരുന്നുണ്ട്. യൂസർ നെയിം പാസ്വേഡ് ഇവിടെ നമുക്ക് ഡൗൺലോഡായി വന്നിട്ടുണ്ടാവും. ഈ ഡൗൺലോഡായ ഫയൽ ഓപ്പൺ ചെയ്യുക. ഈ ഫയലിനകത്ത് യൂസർ നെയിം പാസ്വേഡ് കൺസോൾ സൈൻ ഇൻ URL ഉണ്ടാവും. ഈ URL നേരിട്ട് എടുത്ത് കൊടുത്താലും മതി. ഞാനിങ്ങനെ കൊടുത്തന്നേ ഉള്ളൂ. ഓക്കെ, തൽക്കാലം ഞാനിത് കോപ്പി ചെയ്യുന്നു. ഇത് കണ്ടോ, ഹാഷൊക്കെ ഉണ്ടാവും. ചില സമയത്ത് ബ്രാക്കറ്റൊക്കെ വരുമായിരിക്കും, അതൊക്കെ ശ്രദ്ധിച്ചോണം. ഓക്കെ, ഈ 2 ഞാൻ കോപ്പി ചെയ്തെടുത്തു, ഇവിടെ കൊടുത്തു. ഇനി ഞാൻ പാസ്വേഡ് യൂസർ കയറിയിട്ട് ഇത്രയേ ഉള്ളൂ. ഞാനത് എൻ്റർ ചെയ്യാൻ പോവാം. ഇപ്പം നമുക്ക് പഴയ കണ്ടോ, ഇതാണ് നമ്മൾ മുമ്പേ ഒരു ചെക്ക് ബോക്സ് ഇത് ചെയ്തില്ലേ. പഴയ പാസ്വേഡ് കൊടുത്തോ, ഞാനൊരു പുതിയ യൂസറായിട്ട് കയറുവാണെങ്കിൽ പഴയ പാസ്വേഡ്, ഇപ്പം നമുക്ക് തന്ന പാസ്വേഡ് കൊടുക്കുക. നിങ്ങൾ സ്വന്തമായിട്ടൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തോ എന്നാണ് ഇത് പറയുന്നത്. നമുക്ക് തന്ന പാസ്വേഡ് നമ്മുടെ കയ്യിലുണ്ടല്ലോ, ഇതല്ലേ തന്ന പാസ്വേഡ്. ഓക്കെ, നമുക്കൊരു പുതിയ പാസ്വേഡ് എന്ന് പറഞ്ഞ് അത് തന്നെ സേവ് ചെയ്യാം. അത് തന്നെ സേവ് ചെയ്ത് എടുക്കത്തില്ല, നമുക്ക് എന്തേലും ചെറിയ മാറ്റം വരുത്താം. ഞാനൊരു മാറ്റം വരുത്തുവാണ്.
ഓക്കെ ഓക്കെ കൺഫേം കൊടുത്തു, സൈൻ ഇൻ ചെയ്തു. കണ്ടോ, ഇതാണ് പുതിയ, അതായത് ആക്സസ് കുറച്ച് മാത്രമുള്ള റെസ്ട്രിക്ഷൻസ് ഉള്ള യൂസർ. ഇപ്പം യൂസറിനെ മാറിയല്ലോ, അനന്തു എന്നുള്ളത് EC2-limited-use എന്നായല്ലോ. ഇതാണ് പുതിയൊരു നമ്മൾ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള പോളിസി വെച്ചിട്ട് IAM യൂസറിനെ ക്രിയേറ്റ് ചെയ്ത അദ്ദേഹത്തിന് കിട്ടുന്ന ഹോം പേജ്. ഇപ്പം ഞാൻ ഇവിടെ റീസെൻ്റ്ലി വിസിറ്റഡ് കിടപ്പുണ്ട്. നമുക്ക് കമ്പ്യൂട്ടറിൽ പോയിട്ട് EC2 എടുക്കാം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ EC2 എടുക്കുന്നത്. EC2 നമുക്കൊരു ഇൻസ്റ്റൻസ് ലോഞ്ച് ചെയ്ത് നോക്കാം. സെർവർ എന്ന് പേര് കൊടുത്തോ, സെർവർ 1 എന്ന് പേര് കൊടുത്തോ. ഓക്കെ, അതിൻ്റെ അകത്തുനിന്ന് ഞാനൊരു പറഞ്ഞല്ലോ, ഇത് നമുക്ക് ഇതെല്ലാം എടുക്കാം, യൂസ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് പഴയ കീപ്പെയർ ഞാൻ എൻ്റെ കടന്നു ഉള്ളൊരു സെക്യൂരിറ്റി ഗ്രൂപ്പും എനിക്ക് ഇഷ്ടമുള്ള പറഞ്ഞാൽ കൊടുക്കുവാണ്. നമുക്ക് ഇപ്പോൾ ട്രയൽ ആയതുകൊണ്ടാണ്, സോറി ഉദ്ദേശിച്ചല്ല ഒന്ന്. ഓക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്, സെക്യൂരിറ്റി ഗ്രൂപ്പും കൊടുത്ത് ഞാൻ എന്തായാലും ലോഞ്ച് ആയി വരുന്നുണ്ട്. കണ്ടോ, സക്സസ്ഫുള്ളി ഈ ഇൻസ്റ്റൻസുമായിട്ട് EC2 ആയിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് സെർവർ 1 എന്ന് പറയുന്നൊരു സെർവർ അപ്പായി വരുന്നുണ്ട്. കണ്ടോ, ഈ സെർവർ എന്ന് പറയുന്ന ഒരു സെർവർ ഓൾറെഡി ഉള്ളതാണ്, ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടിരുന്ന. ഓക്കെ, ഇനിയും നമുക്ക് വേറെ പോയി നോക്കാം, കാര്യങ്ങൾ നോക്കാം. EC2 ആയിട്ട് ബന്ധപ്പെട്ടില്ലാത്ത കാര്യങ്ങൾ പോയി നോക്കാം. RDS, ഈ അക്കൗണ്ടിൽ കൂടെ RDS ഇതൊരു ഡേറ്റാബേസ് കൺസോളാണ്. നമുക്ക് AWS വരുന്ന ഒരു ഡേറ്റാബേസ്, ഇവിടെ ഡേറ്റാബേസ് വാങ്ങാനും, അതായത് SQL, MySQL അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോവാം. ഇതുണ്ടോ, യൂസർ റെസ്ട്രിക്ഷൻസ് ഉണ്ട്, അൺഓതറൈസ്ഡ് ആയിട്ടാണ് വന്നേക്കുന്നത്, നോട്ട് ഓതറൈസ്ഡ്. EC2-ന് നോ ഓതറൈസേഷൻ ഇല്ല. ഇനി നമുക്ക് ലാംഡ പോയി നോക്കാം. കണ്ടോ ആക്സസ് ഡിനൈഡ്. കണ്ടോ, ഇതാണ് നമ്മുടെ ഒരു IAM യൂസർ. ഇങ്ങനെ കയറി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. നമുക്ക് ഈ IAM യൂസറിൻ്റെ അടുത്ത് നമുക്ക് ഇത് ഡിലീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, എനിക്ക് പഴയതായിട്ട് കയറേണ്ട വരും. ഞാൻ പഴയതായിട്ട് കയറുവാണ്, അതിൻ്റെ റൂട്ട് ഇമെയിൽ ഉപയോഗിച്ച് കയറാൻ പോവാണ്. ഓക്കെ സൈൻ ഇൻ ആസ് എ റൂട്ട് ഇമെയിൽ കൊടുത്തു. റൂട്ടിൻ്റെ പാസ്വേഡ്, ഇമെയിൽ ഐഡിയും പാസ്വേഡും കൊടുക്കുവാണ്. ഓക്കെ, എൻ്റെ കൺസോൾ ഇവിടെ അനന്തു എന്നൊക്കെ വന്നു. എൻ്റെ കൺസോൾ റൂട്ട് പെർമിഷൻസ് ഉള്ള എൻ്റെ കൺസോൾ വന്നു. ഇവിടെ നമുക്ക് കയറണമെങ്കിൽ റീസെൻ്റ്ലി വ്യൂഡ് വരും. എങ്ങനെയാണെന്ന് ഒന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. സെക്യൂരിറ്റി ആൻഡ് ഐഡൻറ്റിറ്റി കമ്പലൻസിൻ്റെ അകത്ത് IAM. ഓക്കെ, ഇതിൻ്റെ അകത്ത് നമുക്ക് കിട്ടേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂസറിനെ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പോകണമല്ലോ. യൂസറിനെ ഡിലീറ്റ് ചെയ്യുന്നതിന് മുമ്പേ കുറച്ച് കാര്യങ്ങളുണ്ട്. യൂസറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഡിലീറ്റ് ചെയ്യേണ്ടി വരും. അതായത് ഇപ്പം യൂസറിന് കൊടുത്ത പ്രിവിലേജസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതായത് ഒരു പോളിസി കൊടുത്തില്ലേ, ആ പോളിസീസ് ഒക്കെ ഡിലീറ്റ് ചെയ്തിട്ട് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. അന്നേരം നമുക്ക് യൂസർ ക്രെഡൻഷ്യൽസിൻ്റെ അകത്ത് കണ്ടോ, യൂസറിന് കൊടുത്ത കാര്യങ്ങളും യൂസർ എപ്പോൾ കയറിയെന്ന് എപ്പോൾ ഇറങ്ങിയെന്നു, അതായത് യൂസറിന് പാസ്വേഡ് കൊടുത്തിട്ടുണ്ട്. ഈ പാസ്വേഡ് നമുക്ക് ആദ്യം കളയാം. യൂസറിൻ്റെ ഡിസേബിൾ കൺസോൾ ആക്സസ് അത് നമുക്ക് കളയാം. ഓക്കെ, പെർമിഷൻസ് ലോഡായി വരട്ടെ, ഞാൻ അതിനാണ് വെയിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ലോഡായിട്ട് വന്നിട്ടുണ്ട്. 2 എണ്ണമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ആ 2 എണ്ണത്തിൽ 2 ഞാൻ റിമൂവ് എടുക്കാൻ പോവാണ്. ഓക്കെ, റിമൂവ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഒന്നും കൊടുത്തിട്ടില്ല. ഇത്രയാണ് നമ്മൾ ഈ യൂസറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചെയ്തത്. ഇനി നമ്മൾ ഈ യൂസറിനെ നേരിട്ട് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഈ യൂസറിനെ നമ്മൾ ഇവിടെ സെലക്ട് ചെയ്യുക, അവിടെ നിന്ന് ഡിലീറ്റ് ചെയ്യാൻ ഞാൻ ഇത് കാണിക്കുക. ഓക്കെ, ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുക, ഡിലീറ്റ് കൊടുക്കുക, ഇത്രേ ഉള്ളൂ. ഇവിടെ നമുക്ക് നമ്മൾ ഉറപ്പായിട്ടും കൺഫേം, പിന്നെ തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. അന്നേരം നമ്മൾ ഉറപ്പായിട്ട് എന്ത് ചെയ്യുക, കൺഫേം എന്ന് എഴുതി കൊടുക്കുക, ഡിലീറ്റ് യൂസർ. ഡിലീറ്റ് ആയി പൊക്കോളൂ, അത് ഡിലീറ്റിങ് കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് രണ്ടാമത് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, പുതിയൊരു യൂസർ ഉണ്ടല്ലോ, നമുക്ക് ഓൾറെഡി ഒരു പോളിസി ഉണ്ട്, EC2 എന്ന് പറയുന്ന നമ്മുടെ ഒരു പോളിസി നമ്മളിവിടെ കിടപ്പുണ്ടാവും. ഇതല്ല പോളിസിയുടെ വരുന്നത്. ഓക്കെ, ഈ പോളിസി ഉണ്ട് ഇവിടെ കിടക്കുന്നത്. നമുക്ക് ഈ പോളിസി വെച്ച് തന്നെ ഈ IAM യൂസറിന് കൺസോൾ ഇല്ലാതെ നമുക്ക് ചെയ്യാം. അതായത് ഇപ്പോൾ നമുക്ക് വെളിയിൽ നിന്ന് ആക്സസ് വരുന്ന രീതിയിൽ. അതിന് നമുക്ക് പ്രോഗ്രാമാറ്റിക് എന്ന് പറയുന്ന സാധനത്തിൽ കൂടെ നമുക്ക് വരാം. അതായത് ഇപ്പോൾ നമുക്ക് കൺസോൾ, ഈ വെബ്സൈറ്റ് ഒന്നും ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും.
അത് പോയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് പുതിയൊരു യൂസറിനെ ക്രിയേറ്റ് ചെയ്യാം. ഈ യൂസറിന് ഞാൻ എന്ത് കൊടുക്കുന്നില്ല, യൂസറിന് ഞാൻ എന്ത് കൊടുക്കുന്നില്ല, കൺസോളിൻ്റെ ഈ എബിലിറ്റീസ് കൊടുക്കുന്നില്ല. അന്നേരം പുതിയൊരു യൂസറിന് ഞാനൊരു പേര് കൊടുക്കാം. ഓക്കെ, തൽക്കാലത്തേക്ക് പഴയ പേര് കൊടുക്കാം, -CLI. ഇനി CLI എന്ന് പറയും. ഓക്കെ, ഇവിടെ നമ്മൾ മുമ്പ് ഇവിടെ ഒരു നമ്മളിവിടെ മുമ്പ് ഈ ചെക്ക് ബോക്സ് ടിക്ക് ചെയ്താണ് താഴോട്ട് പോയത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു മാനേജ്മെൻറ്റ് കൺസോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെബ്സൈറ്റിൻ്റെ ആക്സസ് ആണ്. ഇത് ഞാൻ കൊടുക്കുന്നില്ല. നെക്സ്റ്റ് കൊടുത്തു, ഇവിടെ അറ്റാച്ച് പോളിസി കൊടുത്തു. എൻ്റെ പഴയ പോളിസി തന്നെ എടുക്കുവാണ്. എൻ്റെ അത് കിടപ്പുണ്ട്. ആ പഴയ പോളിസി ഞാൻ ഇപ്പോഴും കളഞ്ഞിട്ടില്ല. നമ്മൾ മുമ്പേ യൂസറുമായിട്ട് ഡിറ്റാച്ച് ചെയ്ത് വെച്ചെന്നേ ഉള്ളൂ. യൂസറിൻ്റെ അകത്ത് കിടക്കുന്ന യൂസറിന് കൊടുത്തിരുന്ന പോളിസി അയാളുമായിട്ട് ഡിറ്റാച്ച് ചെയ്ത് കളഞ്ഞു. അങ്ങനെയാണ് നമ്മൾ യൂസറിനെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത്. ഇപ്പം പഴയ പോളിസി അവിടെ തന്നെ കിടപ്പുണ്ട്. ഞാൻ മുമ്പ് എടുത്ത് കാണിച്ചു തുടങ്ങുന്നതിന് മുമ്പേ, രണ്ടാമത്തെ തുടങ്ങുന്നതിന് മുമ്പേ. ഓക്കെ, ഇവിടെ കിടപ്പുണ്ട്, പഴയ പോളിസി ഇവിടെ കിടപ്പുണ്ട്. ഓക്കെ, പഴയ പോളിസിയുടെ പേര് ഇത് തന്നെയാണ്. ഓക്കെ, ഞാൻ കൊടുത്തു, നെക്സ്റ്റ് കൊടുത്തു. ഇത് കണ്ടോ, ഇപ്പോൾ പെർമിഷൻസ് ഇത് വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു യൂസറിനെ ക്രിയേറ്റ് ചെയ്ത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അടുത്തത് ഞാൻ പറഞ്ഞുതരാം. കണ്ടോ, മുമ്പേ നമുക്കൊരു .csv വന്നായിരുന്നു. ഇപ്രാവശ്യം കണ്ടോ അത് വന്നിട്ടില്ല. യൂസറിനെ നമുക്ക് കാണാം. യൂസറിന് നമുക്ക് ഇവിടെ കണ്ടോ ആക്സസ് കീ 1. ഇവിടെ നമുക്ക് പുതിയൊരു കീ ജനറേറ്റ് ചെയ്തെടുക്കാം. ഇവിടെ നമുക്ക് കമാൻഡ് ലൈൻ വെച്ചിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇത് കയറാൻ വേണ്ടി കമാൻഡ് ലൈൻ വെച്ച് കയറാനാണ് ഈ നമ്മളിപ്പോൾ നേരത്തെ ഒരു പുതിയ യൂസർ ആണെങ്കിൽ ആ IAM യൂസർ നേരെ വന്ന് വെബ്സൈറ്റിൽ കൂടെ ആയിരുന്നു പാസ്വേഡൊക്കെ അടിച്ച് കയറിയെങ്കിൽ ഇത് കമാൻഡ് ലൈനിൽ കൂടെ അദ്ദേഹത്തിന് ലോഗിൻ ചെയ്ത് വരാം. അതാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഞാനിവിടെ എല്ലാം അണ്ടർസ്റ്റാൻഡ് ചെയ്തു എന്ന് പറഞ്ഞു കൊടുത്തു. ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. നമ്മൾ മുമ്പേ എടുത്തു വെച്ച ഡിസ്ക്രിപ്ഷൻസ് ഉണ്ടല്ലോ, ചുമ്മാ ഡിസ്ക്രിപ്ഷൻ ദാറ്റ് വാല്യൂ. ഓക്കെ, നമുക്ക് ഇത് ക്രിയേറ്റ് ചെയ്താൽ കറക്റ്റോ റെക്കോർഡ് ഫീൽഡ് പാറ്റേൺ എന്തോ പ്രശ്നമുണ്ട്. One validation error detected. Value tag value.member field to satisfy constant. Member must satisfy regular expression. പേര് കൊടുത്തതിൽ എന്താണ്ടൊരു വ്യത്യാസമാണ്. തൽക്കാലം നമുക്കിത് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ നോക്കാം. ഇവിടെ CVVക്കകത്ത് നമുക്ക് കാണാൻ പറ്റും. ഇതേപോലെ ആക്സസ് കീ ഉണ്ട്, ഒരു സീക്രട്ട് ആക്സസ് കീ ഉണ്ട്. ഈ 2 കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഞാൻ മുമ്പേ ഒരു ഇൻസ്റ്റൻസ് അപ്പാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഒരു ഇൻസ്റ്റൻസ് ഞാൻ അപ്പാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻസ്റ്റൻസ് അപ്പാക്കി വെക്കാം, ചെയ്താൽ മതി. ഇപ്പം 2 ഇൻസ്റ്റൻസ് ഉണ്ട്. ഞാൻ തൽക്കാലം പഴയ ഇൻസ്റ്റൻസ്, ഞാൻ അപ്പാക്കി വെച്ചിരുന്ന പഴയ ഇൻസ്റ്റൻസ് വിടുക. മറ്റേ ഇൻസ്റ്റൻസ് ഞാൻ ടെർമിനേറ്റ് ചെയ്ത് കളഞ്ഞേക്കാം. അതിന് എനിക്ക് ആവശ്യമില്ലല്ലോ, എക്സ്പെരിമെൻറ്റിന് വേണ്ടി കാണിച്ചതന്നേ ഉള്ളൂ. അത് ഞാൻ ടെർമിനേറ്റ് ചെയ്തു. എനിക്ക് പഴയ ഇൻസ്റ്റൻസ് ഉണ്ട്, അതിൻ്റെ IP അഡ്രസ്സ് എടുക്കുന്നു. പബ്ലിക് IP എടുത്ത് ഞാൻ പുട്ടി വെച്ച് ലോഗിൻ ചെയ്യാം. പുട്ടിക്കകത്ത് ഞാൻ ആദ്യം നമ്മളിപ്പോൾ കോപ്പി ചെയ്ത പബ്ലിക് IP കൊടുക്കുന്നു. ഞാൻ ലോഗിൻ ചെയ്ത കീ വെച്ച് ഞാൻ എന്ത് ചെയ്യുക, ലോഗിൻ ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ഇവിടെ യൂസറിൻ്റെ പേര് EC2-user എന്നാണ്. അത് കൊടുക്കുന്നു. ആ കീ വെച്ച് നമുക്ക് ലോഗിൻ ചെയ്ത് വരും. ഓക്കെ, പുട്ടി കിട്ടി. ഇനി നമുക്കൊരു കമാൻഡ് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ മുമ്പേ കൊടുത്ത AWS, ഇപ്പം മുമ്പേ കിട്ടിയ AWSൻ്റെ കാര്യങ്ങൾ അങ്ങോട്ട് കൊടുക്കാൻ വേണ്ടി ചോദിക്കുക. AWS കോൺഫിഗർ എന്നാണ് ചോദിക്കുന്നത്. അന്നേരം നമ്മളോട് ചോദിക്കും ഏതാ ആ ഫയല്, ആ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറയും. ഇതല്ലായിരുന്നു ലിമിറ്റഡ് CLI. ഓക്കെ, ഇതാണ് നമ്മുടെ ഫയല്. നമ്മൾ ഈ ഫയൽ എടുക്കുക, കോപ്പി ചെയ്യുക, ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യുക. ഇത്രയും ചെയ്താൽ മതി. ഇനി സീക്രട്ട് കീ പറഞ്ഞു കൊടുക്കുക, സീക്രട്ട് കീ കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക.
ഓക്കെ, നമ്മുടെ എ പി സൗത്ത് 1 അല്ലേ, എന്നിട്ട് എ പി സൗത്ത് 1 പറഞ്ഞു കൊടുക്കുക. AP-South-1 അതാണ് നമ്മുടെ റീജിയൻ സൗത്ത് 1. ഓക്കെ, നമ്മുടെ ജെയ്സൺ ആണ് നമ്മുടെ ഫോർമാറ്റ്, ഇതിൻ്റെ പെർമിഷൻ അത് പറഞ്ഞു കൊടുക്കുക. നമ്മുടെ റീജിയണൊക്കെ ഇവിടെ കാണാം കേട്ടോ, ഏഷ്യ പസഫിക് എന്ന് എഴുതി കാണും. അന്നേരം നമ്മുടെ മുംബൈയിൽ AP-South-1 ആണ് നമ്മുടെ റീജിയൺ. അതങ്ങനെയാണ് ഞാൻ എടുത്തത്. ഓക്കെ, അടുത്തത് നമുക്ക് അടുത്തത് കാണാൻ വേണ്ടിയിട്ടുള്ളൊരു കമാൻഡുണ്ട്. നമ്മളിത് എത്ര ചെയ്തത് കാണാൻ വേണ്ടിയിട്ടാണ്. ആ കമാൻഡാണ് ഇത്, ഐഡൻറ്റിറ്റി കോളർ, AWS ഐഡൻറ്റിറ്റി കോളർ. ഓക്കെ, AWS ഐഡൻറ്റിറ്റി കോളർ നമ്മൾ ചെയ്യുക. അന്നേരം നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ കൊടുത്തു ആ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ ID, ഇതാണ് നമ്മുടെ അക്കൗണ്ട്, ഇതാണ് നമ്മുടെ യൂസർ, സീക്രട്ട് കീ. ഇനി നമുക്ക് വേറെ കാര്യങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. ഇതിപ്പം നമ്മൾ മുമ്പേ ഒരു വെബ്സൈറ്റിൽ കൂടെ കയറി ഇൻസ്റ്റൻസ് ലോഞ്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഈ കമാൻഡ് ലൈനിൽ കൂടെ ചെയ്യാൻ പറ്റും. അതിന് നമ്മൾ അടുത്ത കമാൻഡ് കൊടുക്കുന്ന ഡിസ്ക്രൈബ് ഇൻസ്റ്റൻസ്. നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് എന്തുവാ നോക്കാം. ഇങ്ങനെ ഓക്കെ, ഇതിൻ്റെ ഔട്ട്പുട്ട് എന്തുവാ? ഓക്കെ, ഇതിൻ്റെ കാര്യങ്ങൾ റിസർവേഷൻസ് കാര്യങ്ങൾസ് ഒക്കെ ആയിരിക്കും. എന്തായാലും ഒരു ഔട്ട്പുട്ട് കിട്ടി. അടുത്ത നമുക്ക് നോക്കാം, അടുത്തൊരു കമാൻഡ് ഉണ്ട്. ആ കമാൻഡ് നമുക്ക് റൺ ചെയ്ത് നോക്കാം. AWS EC2 ഡിസ്ക്രൈബ് റീജിയൻസ് ഒക്കെ പറഞ്ഞു കൊടുക്കണം. ഓക്കെ, നമുക്കതൊന്നും കൂടെ കോപ്പി ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാം. ഓക്കെ, വന്നായിരുന്നു തോന്നുന്നു. ഓക്കെ, നമുക്ക് ഒരു കാര്യം, ഇതൊക്കെ റൺ ചെയ്യുന്ന കമാൻഡാണ്, പക്ഷെ നമുക്ക് റൺ ചെയ്യാത്ത, അതായത് നമ്മൾ മുമ്പേ RDSലൊക്കെ കയറി നോക്കിയില്ലായിരുന്നു. റണ്ണ് ചെയ്യാത്തൊരു കമാൻഡുണ്ട്, AWS S3LS. ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടില്ല. ഇത് നമുക്കൊരു റെസ്ട്രിക്ഷൻസ് പോലെ ഇതിൻ്റെ അകത്ത്. നമുക്ക് സാധാ എനിക്കൊന്ന് എൻ്റെ കുട്ടി ഇത് ലോഗിൻ തെറ്റിപ്പ്, അതായത് ഇപ്പോൾ ഇത്ര സമയം കഴിയുമ്പോൾ ഇതാകത്തില്ല, അങ്ങനെ ആയിപ്പോൾ അതാ എനിക്ക് ടൈപ്പൊന്നും ചെയ്യാൻ പറ്റാത്തത്. ഓക്കെ, ഒന്നും കൂടെ നമുക്ക് ലോഗിൻ ചെയ്ത് നോക്കാം. നമ്മൾ ചെയ്ത കാര്യങ്ങൾ അവിടെ തന്നെ കാണും. നമ്മളൊരു പബ്ലിക് IP ആണല്ലേ കൊടുക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മൾ കൊടുത്തത്. ഇനി നമുക്ക് SSHൻ്റെ അകത്ത് ഒതൻറ്റിക്കേഷൻ്റെ അകത്ത് ക്രെഡൻഷ്യൽസ് എടുത്ത് അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് ഈ കാര്യങ്ങൾ എടുത്ത് ഓപ്പൺ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ EC2-user എന്ന് കൊടുത്താൽ ലോഗിൻ ചെയ്ത് വരും. അന്നേരം നമുക്ക് നമുക്ക് ചെയ്ത് നോക്കേണ്ടത് മൂന്നാമത്തെ കമൻറ്റ് ഇതല്ലേ, കോപ്പി. ഇനി നമുക്ക് ഇത്ര സമയം കഴിയുമ്പോൾ അത് മാറിപ്പോവാതിരിക്കാൻ വേണ്ടി സെറ്റിങ്സിൽ ചെന്നിട്ട് ഈ SSH കണക്ഷൻസ് എടുക്കുക. അവിടെ 13 കൊടുത്താൽ മതി. അത് എന്നിട്ട് നമ്മൾ നിൽക്കുന്ന അത്രയും നേരം കണ്ടിന്യൂസ് നിന്നാലും ഈ എററൊന്നും വരത്തില്ല. ഓക്കെ, ഇതാണ് എറർ ഒക്കേർഡ്. ഞാൻ പറഞ്ഞത് ഇതാണ് നമ്മുടെ ആക്സസ് ഡിനൈഡ്. അതായത് നമ്മുടെ ഈ EC2-ന് വെളിയിലുള്ള കാര്യങ്ങൾ ഞാൻ ആക്സസ് ചെയ്യാൻ നോക്കിയത്, പക്ഷെ അത് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാണ് ആക്സസ് ഡിനൈഡ് വന്നത്. കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, EC2-ന് വെളി EC2 കമാൻഡ് ലൈൻ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യുക, ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇതാണ് കാണിക്കാൻ ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, നമുക്ക് ഇത്രയും മതി. ഇത് നമുക്ക് ഒരു ഇൻസ്റ്റൻസ് ഉണ്ടായിരുന്നു. ആ ഇൻസ്റ്റൻസ് അപ്പായിട്ട് തന്നെ കിടക്കട്ടെ. നമുക്ക് വേറൊരു കാര്യം കാണിക്കാം. അതേപോലെ നമ്മൾ ഇതെങ്ങനെ ഡിലീറ്റ് ചെയ്യാം. അതായത് ഇപ്പം നമ്മൾ ഒരു യൂസറിനെ ക്രിയേറ്റ് ചെയ്യുമല്ലോ, ആ യൂസറിനെ നമ്മൾ എങ്ങനെ ഡിലീറ്റ് ചെയ്യും വിത്ത് കമാൻഡ് ലൈനാണ്. നമ്മൾ കമാൻഡ് ലൈൻ ഉപയോഗിച്ചുകൊണ്ട് ചെയ്ത ആ യൂസറിനെ എങ്ങനെ ഡിലീറ്റ് ചെയ്യാം. അത് നമ്മൾ ആദ്യം ചെയ്തതുപോലെ നമ്മൾ യൂസർ എടുക്കാൻ പോവാം. ഏതാണോ യൂസർ ആ യൂസറിനെ സെലക്ട് ചെയ്യുക. ഓക്കെ, സെലക്ട് ചെയ്തു. ഈ യൂസറിന് സെക്യൂരിറ്റി ക്രെഡൻഷ്യൽസും പെർമിഷൻസും ഉണ്ടാവും. നമ്മൾ ആദ്യം സെക്യൂരിറ്റി ക്രെഡൻഷ്യൽസ് നോക്കാം. ഇവിടെ കണ്ടോ, നമ്മൾ മുമ്പേ ഇവിടെ നമ്മൾ പാസ്വേഡ് വന്ന് കളഞ്ഞായിരുന്നു, പക്ഷെ ഇവിടെ ഉണ്ടോ പാസ്വേഡ് ഇല്ല. നമ്മൾ പാസ്വേഡ് വഴിയല്ലല്ലോ കയറിയ, കീയൊക്കെ ഉപയോഗിച്ചാൽ കയറി, അതുകൊണ്ട് അവിടെ കാണത്തില്ല. പിന്നെ അതെടുത്ത പെർമിഷൻസ്, നമ്മളിവിടെ പെർമിഷൻസ് മാത്രമുണ്ട്. ആ പെർമിഷൻസ് നമുക്ക് കളഞ്ഞിട്ട് നേരിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ യൂസറിനെ കളയാം. ഓക്കെ, നമുക്ക് നോക്കാം, സമയം എടുക്കും. വേറെ കാര്യം കൂടെ ഉണ്ടോ നോക്കട്ടെ. നമ്മളൊരു ആക്സസ് കീ കളഞ്ഞില്ലായിരുന്നു, ആ ആക്സസ് കീയും കളയണം. ആക്ഷൻസ്
എടുത്തില്ല. ആക്സസ് കീ നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ആ ആക്സസ് കീ ആദ്യം കളയണം. ആക്സസ് കീ ഡിലീറ്റ് കൊടുക്കാം. അന്നേരം ഡീആക്ടിവേറ്റ് ചെയ്യാൻ ആക്സസ് കീ ചോദിക്കുന്നുണ്ട്. നമുക്കിത് ടൈപ്പ് ചെയ്യാണ്ട് മടി കൊണ്ട് നമ്മളെന്ത് ചെയ്യാം, ഇവിടെ നിന്ന് കോപ്പി ചെയ്യാം. ഇതാണ് നമ്മുടെ ആക്സസ് കീ. കോപ്പി, ആക്ഷൻസ്, ഡിലീറ്റ്, ഇത് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുന്നു. ആദ്യം ഡീആക്ടിവേറ്റ് നമുക്കണം, അത് കഴിഞ്ഞ് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്തു, ഡിലീറ്റ്. ഇതാണ് നമ്മൾ ആക്സസ് കീ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. മുമ്പേ പാസ്വേഡ് ആയിരുന്നു, നമുക്കിപ്പോൾ പ്രാവശ്യം ഡിലീറ്റ് ചെയ്യേണ്ട വന്ന ആക്സസ് കീ ആണ്. നമ്മൾ പെർമിഷൻസിൻ്റെ തിരിച്ചു പോകുമ്പോൾ പെർമിഷൻസ് ലോഡായി വന്നിട്ടുണ്ട്. സെലക്ട് ചെയ്യുക, റിമൂവ് കൊടുക്കുക. ഓക്കെ, അത് റിമൂവ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞ് ഇവിടെ ഡിലീറ്റ് കൊടുത്താൽ നമ്മുടെ കൺഫേം പറഞ്ഞു കൊടുക്കണം. ഓക്കെ, കൺഫേം. ഓക്കെ, നമ്മുടെ യൂസർ ഡിലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. ഓക്കെ, ഉണ്ട്, യൂസറൊന്നുമില്ല. ഈ 2 കാര്യങ്ങളാണ് ഈ വീഡിയോയ്ക്കകത്ത് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, ഇനിയും തുടർച്ചയായിട്ട് വീഡിയോസ് ഉണ്ടാവും. സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു.